വണ്ടിക്ക് 35 ലക്ഷം റുപ്യ റേറ്റ് വരുന്നുണ്ട്. പുതിയ വണ്ടി അല്ലേ? നമ്പറും കൂടി കിട്ടിയിട്ടില്ല അല്ലേ? ഹലോ, SKR സ്പോർട്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയത് വേങ്ങര ചേറൂരാണ് എത്തിയത്. അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ സാധാരണ കളിയും കാര്യങ്ങളൊന്നും ഫുട്ബോളൊന്നും കൂടുതലായിട്ട് ഓടിയില്ല. അപ്പോൾ ഇന്ന് ചേറൂർ ഭാഗത്ത് മറ്റേ പാടത്ത് ധാറ് അതേമാതിരിയുള്ള വാഹനങ്ങൾ ഇറങ്ങിയിട്ട് ചെളിപ്പൂട്ട് മത്സരമാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, വയനാട് രക്ഷാപ്രവർത്തനത്തിലൊക്കെ മെയിനായിട്ട് ഇറങ്ങിയത് ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേസിങ്ങും പിന്നെ കാര്യങ്ങളും ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ ഫസ്റ്റായിട്ട് കാണാൻ വന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേരൂർ ഫ്രണ്ട്സ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ചളിപ്പൂട്ടിന്റെ മത്സരങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി തുടങ്ങുന്നത് SUV കാറ്റഗറിയാണ്. ഹലോ ബ്രോ, ഇത് മലപ്പുറം വേങ്ങരയാണല്ലോ, ചെറൂരാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇത് നടത്തേണ്ടത്? ഇവിടെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ആണല്ലേ? ഇത് മലപ്പുറത്ത് ഇതേമാതിരി സാധാരണ ഉണ്ടാവില്ല ഇങ്ങനെ കളിപ്പൂട്ട് ഇറങ്ങിയ ഒരു മത്സരം പാടത്തെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ല ഇതുവരെ. ഉണ്ടാക്കിയിട്ടില്ല. അല്ലാതെ ഇവന്റുകളുണ്ട്, ഫണ്ണായിട്ട് ഇങ്ങനെ കൊടുക്കലുണ്ട് പാടം അല്ലേ? എത്ര മത്സരം? 3 കാറ്റഗറിയിൽ ഏകദേശം ഒരു 40ഓളം വണ്ടികൾ ഓടാറുണ്ട്. ഇതിപ്പോ എങ്ങനെ മത്സരം വരുന്നത്? എനിക്ക് ഇതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. കഴിഞ്ഞപ്പോ തുടങ്ങും. ട്രാക്ക് എങ്ങനെ ഓടിക്കണ്ടി എന്നുള്ളത് കാണിച്ചു കൊടുക്കാണ് ഇപ്പൊ പോണത്. ഓരോ ലോട്ട് എടുത്തിന് ഓരോ വണ്ടികൾ എത്രാമത്തെ ഓടണം എന്നല്ല, ഫസ്റ്റ് ഓടേണ്ട വണ്ടിയാണ് നിർത്തിയിട്ട് ലൈനപ്പ് ആക്കിയിട്ട് പിന്നെ സ്റ്റാർട്ട് പറയും. ആ പറഞ്ഞ റൂട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചു ഇവിടെ തന്നെ വരുമ്പോ ടൈം നിർത്തും. ആ ടൈമിന്റെ ഇടയിൽ ആരാണ് കുറഞ്ഞ സമയത്ത് ഓടി കഴിഞ്ഞിട്ട് ആ കാറ്റഗറി നോക്കുക. അതിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആരാണ് ഓടിയെത്തിയത് ഓല് വിന്നർ. 3 കാറ്റഗറിയാ. ഈ സാധനങ്ങളൊന്നും തള്ളിയിടാനോ പൊട്ടിച്ചാനോ പാടില്ല. ആ സെക്കൻഡുകൾ എക്സ്ട്രാ ചെയ്തു കഴിഞ്ഞാൽ 10 സെക്കൻഡ് എക്സ്ട്രാ ചെയ്തു. ആ ബോള് വീണാലും 10 സെക്കൻഡ് ചെയ്തു. അതൊക്കെ ടോട്ടലി ആഡ് ചെയ്തിട്ടാണ്. റെഡിയോ? ഇതിപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള മത്സരാർത്ഥികൾ മാത്രമുള്ള പുറത്തുനിന്ന് നമ്മള് വല്ലാതെ ഇതാക്കിയില്ല. കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് ആൾക്കാർ മാത്രം. മറ്റേത് പറഞ്ഞാൽ നമുക്ക് കൂട്ടിയാ കൂടില്ല അല്ലേ? നമ്മുടെ വയനാട് ഇത്തരത്തിലുള്ള വാഹനങ്ങളാണല്ലോ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതുപോലത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് നമ്മൾ ആ സ്ഥലത്തുകളൊക്കെ പോകുന്നത്. അതായത് നമ്മളെ വണ്ടി എങ്ങനെ ഓടും അല്ലെങ്കിൽ ഏത് രീതിയിൽ പോകും എന്നുള്ളതൊക്കെ അറിയണത് ഇത്തരം വണ്ടികൾ ഈ ടയറ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. സാധാ സ്റ്റോക്ക് വണ്ടി അങ്ങനെ ഇറങ്ങൂല. പിന്നെ ഒരു വണ്ടി ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഫുൾ സ്പെക്കുള്ള ഒരു വണ്ടി ഇട്ടിട്ട് നമുക്കിപ്പോൾ ഒരു കുന്നും മല ഞങ്ങൾ കേട്ടില്ലല്ലോ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് വേണം. അത് നമ്മൾ ഇതേമാതിരിയാണ് ഫൺ ഡ്രൈവ് പോയിട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ, ഏതായാലും നമുക്ക് നല്ലൊരു മത്സരം കാണട്ടെ. കാണാം. അപ്പോൾ തുടങ്ങും. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തുടങ്ങും.
വണ്ടികളൊക്കെ മേലെ നിർത്തിയിട്ടുണ്ടാവും. ഒരു കല്ലെട്ടി അതിന് വണ്ടി തീരുമാനിച്ചാന്ന് ഇറക്കിക്കോന്ന്. ഇത്രയും ഗ്ലേസിങ്ങുള്ള വണ്ടിയാണ് ഈ ചളിക്ക് ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് കേട്ടോ. ഒരു നല്ലൊരു സർവീസ് തന്നെ ഇത് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ടി വരും. പുതിയ വണ്ടി കേട്ടോ, രജിസ്റ്റർ ചെയ്യാത്ത വണ്ടി, പുതിയ വണ്ടി. പുതിയ ബൂട്ടിട്ടുകൊണ്ട് പാടത്തിറങ്ങി ഫസ്റ്റിക്ക് കളിക്കുന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗാണ് ഓർമ്മ. മയത്ത് കളിക്കണം ആ ഒരു ഫീലിംഗ്. ഇപ്പോൾ ഇറക്കി കൊണ്ടുവരണ വണ്ടി തന്നെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. പുതിയ വണ്ടി ഇറക്കി കൊണ്ടുവരാ. ഇതാണ് ഫസ്റ്റ് മത്സരിക്കേണ്ട വണ്ടി അല്ലേ? കഴിഞ്ഞ ആഴ്ച എവിടെയും മത്സരം ഉണ്ടായിരുന്നു പറഞ്ഞാൽ മഹാരാഷ്ട്ര പൂനെയിലല്ലേ? കേരളത്തിന് പുറത്തും മത്സരങ്ങൾ ഉണ്ടായിരുന്നുണ്ടല്ലേ? തമിഴ്നാട്ടിൽ അതിന്റെ മുമ്പത്തെ ആഴ്ച അല്ലേ? വണ്ടിക്ക് 35 ലക്ഷം റുപ്യ റേറ്റ് വരുന്നുണ്ട്. പുതിയ വണ്ടി അല്ലേ? നമ്പറും കൂടി കിട്ടിയിട്ടില്ലല്ലേ? ഓട്ടോ ഇവിടെ വിളയാടാൻ മറ്റേ ഇറങ്ങി വരുമ്പോഴുള്ള അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾ കണ്ടില്ലേ? മത്സരം തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഒരു ഇത് നോക്കി നിങ്ങൾ നല്ലൊരു സർവീസ് തന്നെ ചെയ്യേണ്ടത്. ഹലോ, ഫസ്റ്റ് മത്സരിക്കാനുള്ള വണ്ടിയാണത്. ഇതാണ് ട്രാക്ക് കേട്ടോ. ഈ ട്രാക്കിൻ്റെ ഈ ലൈനും ഇതൊന്നും തള്ളിയിട്ടാൽ ഫൗളാണ്. അങ്ങനെയാണ് മത്സരം വരുന്നത്. ഇങ്ങനെ വന്നിട്ട് ഒരുപാട് ഈ ലൈനൊക്കെ ഓട്ടിക്കാണ്ട് നേരെ റിട്ടേൺ പോയിക്കാണ്ട് നേരെ റിട്ടേൺ പോയിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ആരെന്നെ എത്തുന്നുണ്ട്, ഇത്ര സെക്കൻഡുകളിൽ ആരെ ഫിനിഷിങ് ആക്കുന്നുണ്ട്, അവരാണ് വിജയി. 3 കാറ്റഗറി ആയിട്ടാണ് വണ്ടി തരം തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മത്സരം ഉള്ളത്. വീഡിയോ എടുക്കാൻ പറ്റിയ കാലാവസ്ഥ, നല്ലൊരു മൂഡിലാണ്, നല്ല ഫുൾ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല കാലാവസ്ഥ, നല്ല ഒരു ക്ലിയർ ഉണ്ട് വീഡിയോ. പൊളി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നല്ല പുതിയ വണ്ടികളാണ് ഇറങ്ങി വരുന്നത്. നല്ല ഫുൾ ഫിനിഷിംഗ് ഉള്ള വണ്ടികളാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ജനങ്ങളുണ്ട് കാണാൻ. ഒരു വീട് നിറച്ചും ആളുകളാണ്. അവിടെ നോക്കി നല്ല 100 റുപ്യൻ്റെ ടിക്കറ്റ് എടുത്ത് കണ്ട് അഖിലേന്ത്യാ സെവൻസിൽ കാണുന്ന മാതിരിയാണ് ഈ ഒരു സുഖം. ഇതിൻ്റെ കമ്മിറ്റിക്കാരാട്ടോ, സംഘാടകരാണ്. വെയിറ്റ് ചെയ്യണത് തുടങ്ങും, ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങും.
എൻ്റെ തുടങ്ങില്ല എൻ്റെ ഒരാൾക്ക് ഒരു റൗണ്ടേ ഉള്ളൂ. ഒറ്റ റൗണ്ട് എല്ലാ വണ്ടികളും, എല്ലാ വണ്ടികൾക്കും ഒറ്റ റൗണ്ട് അല്ല? അത് 3 കാറ്റഗറി ആയിട്ടാണല്ലോ വണ്ടിയിലെ. അതില് ഏറ്റവും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് വിന്നർ ആയിട്ട് അതാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അങ്ങനെയാണല്ലേ? ഈ 3 കാറ്റഗറി എങ്ങനെയൊക്കെയാണ്? 3 കാറ്റഗറി പറഞ്ഞാല് എക്സ്പേർട്ട്, SUV, പിന്നെ സാധാ ജീപ്പുകള്. സാധാ ജീപ്പ്. പിന്നെ അത് നമ്മള് മറ്റുള്ള ഒരുപാട് ടൈം വേസ്റ്റ് ഇല്ല, ഒറ്റ വണ്ടിക്ക് ഒരു റൗണ്ട് അടിച്ച് ഈ ട്രാക്ക് ആരാണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് ആക്കേണ്ടത് അവർ വിജയിച്ചില്ലേ? സ്റ്റാർട്ടിങ് ആണ്, മത്സരം തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് വണ്ടി വരുന്നത് കാറാണ്. ചളിയിൽ പാർട്ടി കൂടെ അങ്ങോട്ട് കയറിയാണ് വേണ്ടി. റമ്പുണ്ട്. ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് എടുത്താൽ ചളിയിൽ ഇറങ്ങിയിട്ടാണ് നിങ്ങൾക്കും വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത്. അണ്ട് ബ്രോ ഒരുപാട് ടൈം ഇവിടാണ് വേസ്റ്റ് ചെയ്യേണ്ടത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് സീനാണ്. എട്ടിടത് അവിടെ ഒരു 8 ഇട്ടിട്ടാണ് പോവാ. അങ്ങോട്ട് പോലെ അല്ലേ? 8 ഇടാണ്ട് അല്ലേ? 8 ഇടട്ടത് ചളി ഉണ്ടായി.
ഈ വണ്ടി ഫിനിഷിങ്ങിലേക്ക് വരികയാണ് കേട്ടോ. ഫിനിഷിങ്ങിൻ്റെ പോയിന്റിലേക്ക് വരാനുള്ള ഇതിലാണ്. ഓ വണ്ടീൻ്റെ കോലം നോക്കി നിങ്ങൾ എവിടാ ചോദിച്ചോക്ക് ഇലക്ട്രോണിക്കാണോ ചോദിച്ചോക്ക്. പൂർത്തിയായില്ല. പിന്നെ DNF വരാം. DNF വരണേ കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പൊ ഈ വണ്ടി എന്താ കാട്ടിൻ്റെ? ഇത് വണ്ടി വലിക്കാനായിട്ടാ പോകണ്ടേ? രണ്ട് വണ്ടി ഉണ്ട്. ഒരു വണ്ടി തന്നെ വെച്ച് വലിക്കോ? ഒരു വണ്ടി വലിക്കാനുള്ള പോവാണ്. ഔ ലോക്കായി അങ്ങോട്ട് അച്ഛോ അനീഷ് സമീർ ഇവിടെ നിർത്തും. നമുക്ക് നല്ല ലെവലിൽ കിട്ടും. കുറച്ച് ബാക്കിലത്തെ രണ്ട് വണ്ടിയും കിട്ടും. രണ്ട് വണ്ടി ബാക്കിൽ എല്ലാവർക്കും കൊടുക്കുക. അട്ടുണ്ടോ നിങ്ങളോ? അട്ടുണ്ടാവോ പാടത്ത്? അട്ടുണ്ടാവോന്ന് ചോദിക്കാം. ഇതാ കണ്ടോളെ, പുതിയ വണ്ടിയാണ്. ഇപ്പം ഇറക്കി കൊണ്ടുവരാണ് ഷോറൂമിൽ നിന്ന്. ഇത് കൊണ്ടുവരാൻ നമുക്ക് കാണാം. എക്സ്പീരിയൻസിൻ്റെ അങ്ങേയായിട്ടുള്ള ഡ്രൈവറാണ് ഇതിലുള്ളത്. ഷൂമേക്കറാണ്, എന്താ പറയട്ടെ, ഷൂമേക്കറാണ്.
അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിനുള്ള വണ്ടിയാണത്. പുതിയ വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കണ്ടോളൂ. ഇത് കയറി പോകുമ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു അമ്പുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ പോയി ഇങ്ങോട്ട് ഫസ്റ്റിക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പുണ്ട്. ഒരു വരമ്പുണ്ടല്ലോ പാടത്തൊക്കെ ഉണ്ടാകേണ്ട ആ ഒരു വരമ്പുണ്ട്. അത് ഒന്ന് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അവിടെ ഒന്ന് കുടുങ്ങി കിടക്കാണ്. അതിൻ്റെ പുതിയ വണ്ടിയാണ്. അതിൻ്റെ അടി തട്ടിയിരുന്നാണ് അറിയാൻ പറ്റിയത്. ഫ്രഷ് വണ്ടി ഈ ചളിക്ക് ഇറക്കാന്ന് പറഞ്ഞ ഒരു ധൈര്യമാണല്ലേ, മനോധൈര്യം. അത് വലിക്കാനുള്ള വണ്ടിയാണത്. അത് അവിടുന്ന് കെട്ടി വലിക്കാൻ വേണ്ടി പോകണം. സംഗതി ചീറിട്ടാ ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ലാത്ത മത്സരം. അതും വലിക്കാൻ വേണ്ടി പോവാണ്. റിവേഴ്സ് അടിക്കണ്ടേ. ഷുമക്കർ പൊളിക്ക് അത് കയറുന്നില്ല. പറപ്പിക്ക് ഇതെന്താ ആ അമ്പ് ചാടാൻ പറ്റണില്ല, അടി തട്ടിപ്പോയില്ലേ. അടുത്ത വണ്ടി ഇറങ്ങിയാണ്. അടുത്തത് മഹീന്ദ്രൻ്റെ ധാറാണ്. അപ്പോൾ മൂന്നാമത്തെ മത്സരം ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അടുത്തത് സ്റ്റാർട്ടായിട്ടുണ്ടാ. ഇതൊരു മത്സരമായിരിക്കും, ഒരു രക്ഷയില്ലാത്ത മത്സരമായിരിക്കും. നമുക്ക് നല്ലൊരു മത്സരം നമുക്ക് പറയാൻ പറ്റും. ഇതൊന്നൊരു അമ്പ് ചാടി കിട്ടിയാൽ ഈ അമ്പിലെത്തിയിട്ടുണ്ട്. ബ്രോ ഓൻ പിന്മാറി മത്സരത്തിൽ പിന്മാറിയോ? DNF ഈ DNF എന്നാണ് പറയേണ്ടത്. ലാസ്റ്റിക്ക് ഉണ്ടാവും. ഈ DNF എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ല ഐഡിയ ഇല്ല. നമ്മൾ ഇവിടെ ആളോട് ചോദിച്ചേക്കാം. ബ്രോ ഈ DNF എന്ന് പറഞ്ഞാൽ എന്താ? അതില് പൊട്ടിപ്പോയി. മത്സരത്തിൽ നിന്ന് പുറത്തു പോയി അല്ലേ? അതായത് നമ്മള് വണ്ടി ഓടിക്കുമ്പോ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ ഓടി രണ്ടാക്കോ വണ്ടി എന്തും ചെയ്യാം സമയത്തിന്റെ അടിയിൽ. അതേമാതിരി ഒരു സ്ഥലത്ത് വരെ എത്ര അറ്റംപ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇവിടെ 3 അറ്റംപ്റ്റ് ചിലപ്പോൾ ഉണ്ടാവും കുടുങ്ങി കഴിഞ്ഞാൽ. 3 കഴിഞ്ഞാലും DNF ആവും. പുറത്തുള്ള ഒരാള് അതിന് കൈ കൊണ്ട് തൊട്ടാലും DNF ആവും. വണ്ടി കൊണ്ട് വലിച്ചാലും DNF ആവും. പിന്നെ ഓടാൻ പറ്റില്ല. ആ രണ്ടാൾക്ക് എന്തും ചെയ്യാം. ഡ്രൈവർ കോ ഡ്രൈവർ പറയുമ്പോൾ നമ്മളെ ഫ്ലൈറ്റത്തെ പോലെ പൈലറ്റിന്റെ മരുന്ന് അതാ മരിക്കാനല്ലേ. താങ്ക് യു. നമുക്ക് ഇതിനെ പറ്റി വല്ല ഒരു ഐഡിയ ഇല്ല, അപ്പോൾ അത് മനസ്സിലായില്ല. കാണേണ്ട ആളുകൾക്കുള്ള ഡൗട്ടും മാറിയിട്ടുണ്ടോന്ന് വിചാരിക്കട്ടെ. ഫോർച്യൂണറാണ് തരണ്ട് മക്കളെ. ഫോർച്യൂണർ പൊളിച്ചെന്ന് പറഞ്ഞാല്
8 ഫോർച്യൂണർ ഒരു രക്ഷയില്ല കേട്ടോ, മികച്ച കാരണം ഇത് മത്സരത്തിൽ വിജയമാകാൻ എല്ലാ ചാൻസ് ഇല്ല. ഇതാണ് ഫോർച്യൂണർ. പൊളിക്കുണ്ട്, നല്ല പ്രകടനമാണ്. ഫോർച്യൂണർ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ പച്ച ഗ്രീനിൻ്റെ തട്ടി ഒഴിവാക്കി 8 ഓക്കെയാണ്. ഇവിടെ ഫിനിഷിംഗ് ലെവലിലാണ്. ഫോർച്യൂണർ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ഫോർച്യൂണർ വിജയിക്കാനാണ് സാധ്യത. ഇപ്പോഴാണ് ഒരു മത്സരം വന്നത് കേട്ടോ, ഇതുവരെ ഒരു മത്സരം വന്നിട്ടില്ല. ഇപ്പോൾ കാണികൾ ആവേശത്തിലായി. പൊളി. ഇതാണ് മത്സരം. ഇതിനും വേണ്ടി നമ്മൾ ഇത്ര നേരം ഇത്രയും റിസ്ക് എടുത്താണ് വീഡിയോ എടുത്തേക്കാം. പൊളി ഒന്നും പറയാനില്ല. അടുത്ത വണ്ടി വരുന്നുണ്ട്. അടുത്ത വണ്ടി ധാറാണ്. അയ്യോ നല്ലൊരു മത്സരം കേട്ടോ, നല്ലൊരു മത്സരം. ഇപ്പോൾ 8 ഇടാണ്.
നേരെ റിട്ടം വന്നുണ്ട് ഈ പച്ച ഈ കോണം തട്ടിയിടും. അങ്ങോട്ട് വരണം, ഇവിടെ എത്തും. ഈ മത്സരം പൂർത്തീകരിച്ചിട്ടോ. നല്ലൊരു മത്സരം, നല്ല ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ മത്സരം. വിജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. മൂപ്പര് മത്സരിച്ചിട്ടാണ് വന്ന ഫോർച്യൂണർ പറഞ്ഞിട്ടോ, അത് ഈ ഗോളത്തിലേക്കാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇതാ, ഒന്നും പറയാനില്ല. ഇത് വെറുതെ ഒരു ഷോ വർക്കാണ്, ഷോ കാണിക്കുകയാണ്. പൊളിച്ചടിക്കുന്നതാണ് പറയാം. ഏതൊക്കെ വണ്ടി ഇറങ്ങിയിട്ട് അത് നോക്കിയത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. പിരാന്തായി എന്ന് അറിയിക്കുന്നത് വണ്ടി പിരാന്ത് എന്ന് തന്നെ പറയാൻ പറ്റും. പൊളിക്കണ പറയാം. അത് പെരി ഇരുന്ന കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ടെങ്ങനെ ഇതൊക്കെ കാണേണ്ട വീഡിയോ ആണ്. പൊളിക്കുക എന്ന് പറഞ്ഞാൽ പൊളിച്ചെടുക്കുന്നത്. ഇത് നമ്മളെ തിരങ്ങാടിക്കാരനാട്ടോ, നമ്മുടെ നാട്ടുകാരനാണ്. അടുത്ത പിരാന്തായി ഈ ഇറങ്ങാൻ പോകും മക്കളെ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഞങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നു. വെറുതെ പറഞ്ഞാട്ടോ, ക്രിസ്റ്റ്യാനല്ല. കുഞ്ഞോ ഡ്രൈവ് ചെയ്ത ആളാണ് നിങ്ങൾക്കൊന്ന് കാണണം. ഹലോ ഗൈസ്, അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ റേസിങ് കാണുന്നത്. ഏതായാലും സംഗതി പൊളിച്ച് നല്ലൊരു അനുഭവം തന്നെ പറയാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. മത്സരം പൂർണ്ണമായിട്ടില്ല, അതിപ്പോൾ ഏകദേശം 1:30 ആവാനായി. ഏകദേശം കഴിയുമ്പോൾ തന്നെ ഒരു 5 മണിയോളം ആവും എന്നാണ് തോന്നുന്നത്.
എൻ്റെ ഒരു കരുതൽ. ഏതായാലും വീഡിയോ തന്നെ അവസാനിപ്പിക്കണേ. വീണ്ടും അടുത്ത വീഡിയോസിൽ കാണാം.